ഈ കഥയുടെ പേരാണ് ഡീനോയുടെ മഹത്തായ യാത്ര. ഒരു വലിയ കാട്ടിനുള്ളിൽ ഡീനോ എന്ന ചെറിയ ദിനോസർ തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഡീനോ ഒരു ചെറുതായി തോന്നിയെങ്കിലും അവൻ വളരെ കൗതുകവും സ്വപ്നങ്ങളും നിറഞ്ഞവനായിരുന്നു. ഒരു ദിവസം ഡീനോയുടെ അമ്മ അവനോട് പറഞ്ഞു, "ഡീനോ, നീ ഇപ്പോൾ വലിയവനാകുന്നു. നീയും മറ്റുള്ളവരും ഭക്ഷണം കണ്ടെത്താനായി കിഴക്കോട്ട് ഒരു വലിയ യാത്ര പോകണം." ഡീനോ അതിരുപിരിയായി. പക്ഷേ യാത്ര ചെയ്യുന്നത് എളുപ്പമല്ല. വലിയ പർവ്വതങ്ങൾ, ഗഗനവ്യാപിയായ കാടുകൾ, ആഴമുള്ള നദികൾ ഇവയെല്ലാം കടന്നുപോകേണ്ടിവരും. യാത്ര തുടങ്ങുമ്പോൾ ഡീനോയുടെ കൂട്ടുകാർ റോക്കി, വലിയ കൊമ്പുള്ള ട്രൈസെറാഡോപ്സ്, ലില്ലി, പറക്കാൻ അറിയുന്ന ഒരു ചെറിയ പ്റ്ററോഡാക്ടൈൽ ഒരുമിച്ചു പോയി. വഴിയിൽ അവർക്കു വലിയ പുഴ കടക്കേണ്ടി വന്നു. "ഞങ്ങൾ ഇത് എങ്ങനെ കടക്കും?" റോക്കി ആശങ്കയായി. "ഞാനുണ്ട്" എന്നു പറഞ്ഞ് ലില്ലി പറന്നുയർന്നു. അവൾ കുറച്ച് മരക്കൊമ്പുകൾ കൊണ്ടുവന്ന് എല്ലാവരും ചേർന്ന് ഒരു ചെറിയ പാലം നിർമ്മിച്ചു. അടുത്ത ദിവസം അവർക്ക് ഒരു ഉഗ്രൻ മേഘക്കാറിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു. ഇടിയും മിന്നലും. അതിനിടയിൽ ഡീനോയെ കാണാതായി. "ഡീനോ, നീ എവിടെയാണ്?" റോക്കി വിളിച്ചു. "ഞാനിവിടെ." ഡീനോ ഒരു വലിയ പാറയ്ക്കുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പല വെല്ലുവിളികളും കടന്നുപോയ ശേഷം അവർ ഒടുവിൽ ആഹാരമുള്ള ഒരു വലിയ മൈതാനത്തേക്ക് എത്തി. "ഈയൊരു യാത്ര നമ്മെ അതീവ ശക്തരാക്കി," ഡീനോ സന്തോഷത്തോടെ പറഞ്ഞു. അവൻ ഒരിക്കൽ ചിന്തിച്ചു, ഒരു ചെറിയ ദിനോസറാണെങ്കിലും ധൈര്യവും ബുദ്ധിയുമുണ്ടെങ്കിൽ ലോകത്തെ കണ്ടുപിടിക്കാം. അതിനുശേഷം ഡീനോയും കൂട്ടരും അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു.